നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ കരിയറിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് നിങ്ങൾ. ഉം, അതൊരു ഗംഭീര തോന്നൽ തന്നെയായിരിക്കും. അതെ, വില കൂടിയ ഒരു $3000 ഇറ്റാലിയൻ സ്യൂട്ടൊക്കെ ധരിച്ച് സ്വന്തമായൊരു ചുവന്ന ഫെറാരി കാർ സ്വന്തമാക്കി ഒരു ദിവസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന അതിപ്രശസ്തനായ ഒരു വക്കീൽ. ഉം, ശരിക്കും ഒരു സ്വപ്ന ജീവിതം. എന്നാൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം കോടതി മുറിയിൽ വാദിക്കുന്നതിനിടയിൽ ആ 7-ാം നമ്പർ കോടതി മുറിയിൽ വെച്ച് പെട്ടെന്ന് നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നു. അതെ, ഒരു വലിയ ഹൃദയാഘാതമായിരുന്നു അത്. വെറും 53-ാം വയസ്സിൽ. ശരിയാണ്. പക്ഷെ ആ പ്രായത്തിൽ തന്നെ അയാൾക്കൊരു 80 വയസ്സുകാരന്റെ ക്ഷീണവും രൂപവും ഉണ്ടായിരുന്നു. ജൂലിയൻ മാൻഡൽ എന്ന ഈ വ്യക്തിയുടെ ജീവിതം പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയൊരു വിജയമായിരുന്നെങ്കിലും ഉള്ളിൽ അതൊരു വൻ ദുരന്തമായിരുന്നു എന്ന് വേണം പറയാൻ. തീർച്ചയായും. ഫെറാറി കാറും വിട്ട് പെട്ടെന്നൊരു ദിവസം ഇന്ത്യയിലെ ഹിമാലയത്തിലേക്ക് പോയത്. റോബിൻ ശർമ്മയുടെ ദ മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി എന്ന പുസ്തകത്തിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് അതാണ്. സത്യത്തിൽ ജൂലിയന്റെ ആ വീഴ്ച നാം എല്ലാവരും കേൾക്കേണ്ട ഒരു വലിയ അപായ സൈറണാണ്. അതെ. നമ്മൾ പലപ്പോഴും ബാഹ്യലോകത്തെ വിജയങ്ങൾക്ക് പുറകെ ഇങ്ങനെ പരക്കം പായുമ്പോൾ ഉള്ളിലെ സമാധാനം പൂർണ്ണമായും മറന്നുപോകുന്നുണ്ട്. കേവലം സാമ്പത്തികമായി ഉന്നതിയിലെത്തുക, അതായത് വെൽ ഓഫ് ആകുക എന്നതിലുപരി ശാരീരികവും മാനസികവുമായ യഥാർത്ഥ ക്ഷേമം അല്ലെങ്കിൽ വെൽബീയിങ് എന്താണെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് പണമുണ്ടായിട്ടും കാര്യമില്ല എന്നാണ്. സമ്പത്തും പ്രശസ്തിയും ഉണ്ടായിട്ടും ജൂലിയന്റെ ഉള്ളിൽ എന്താ പറയാ, വലിയൊരു ശൂന്യതയായിരുന്നു. രാപ്പകലില്ലാതെയുള്ള ജോലി, പിന്നെ അമിത സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ഇതെല്ലാം കൂടി അയാളെ ശാരീരികവും മാനസികമായും തകർത്തു. ആ ശൂന്യത നികത്താനും ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താനുമാണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത്. ആഡംബരത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഒന്നുമില്ലായ്മയിലേക്കും പിന്നെ ആത്മീയതയിലേക്കുമുള്ള മാറ്റം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതെ. ഇന്ത്യയിലെത്തിയ ജൂലിയൻ കാശ്മീരിൽ വെച്ച് യോഗി കൃഷ്ണൻ എന്നൊരാളെ കണ്ടുമുട്ടുന്നു. അദ്ദേഹവും മുമ്പൊരു വക്കീലായിരുന്നു എന്നത് വലിയൊരു യാദൃശ്ചികതയാണ് കേട്ടോ. ശരിയാണ്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ഹിമാലയത്തിന്റെ അജ്ഞാത മേഖലകളിലുള്ള ആ സിവാനയിലെ സന്യാസിമാരെ തേടി ജൂലിയൻ പോകുന്നത്. ദിവസങ്ങൾ നീണ്ട കഠിനമായ യാത്രയ്ക്കൊടുവിൽ അദ്ദേഹം യോഗി രാമൻ എന്ന സന്യാസിയെ കണ്ടുമുട്ടുന്നു. ജൂലിയനെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആ സന്യാസിമാരുടെ രൂപവും ഊർജ്ജസ്വരതയുമായിരുന്നു. വാർദ്ധക്യത്തിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ലാത്ത തിളങ്ങുന്ന കണ്ണുകളുള്ള ചെറുപ്പക്കാരായിരുന്നു അവർ. കൃത്യമായി പറഞ്ഞാൽ അവർക്ക് പ്രായം തോന്നിക്കാതിരുന്നത് അവരുടെ ആ ചിട്ടയായ ജീവിത രീതിയും ചിന്താഗതിയും കൊണ്ടാണ്. ബാഹ്യലോകത്ത് എന്തു വലിയ കാര്യം നേടണമെങ്കിലും ആദ്യം സ്വന്തം ആന്തരിക ലോകത്ത്, അതായത് സ്വന്തം മനസ്സിൽ വിജയം നേടണം എന്നതായിരുന്നു അവരുടെ പ്രധാന തത്വം. അതൊരു വലിയ പോയിന്റാണ്. അതെ. സിവാനയിലെ സന്യാസിമാർ ജൂലിയന് ഈ വലിയ ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചത് കുറെ തത്വങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടല്ല, മറിച്ച് വളരെ വിചിത്രമായ ഒരു കെട്ടുകഥയിലൂടെയാണ്. ആ കഥയിലെ ഓരോ ഘടകങ്ങളും ജീവിത വിജയത്തിനുള്ള ഓരോ തത്വങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. സന്യാസിമാർ പറയുന്ന ആ കഥയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ജൂലിയന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എഞ്ചിൻ ഓയിലില്ലാതെ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിലോടുന്ന ഒരു സ്പോർട്സ് കാർ പോലെയായിരുന്നു അതെന്നാണ്. അതൊരു ഒന്നാം തരം ഉപമയാണ്, അല്ലേ? പുറമേ നിന്ന് നോക്കുമ്പോൾ വണ്ടി അതിഗംഭീരമാണ്, തിളങ്ങുന്ന ചുവന്ന ഫെറാരി. പക്ഷേ ഉള്ളിലെ എഞ്ചിൻ ഘടകങ്ങൾ തമ്മിൽ ഭയങ്കരമായി ഉരസി അമിതമായി ചൂടായി എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമെന്ന അവസ്ഥയിലാണ്. അതിൽ ഇന്ധനമൊഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അത് സുഗമമായി പ്രവർത്തിക്കാൻ ഘർഷണം കുറയ്ക്കുന്ന എഞ്ചിൻ ഓയിൽ അത്യാവശ്യമാണ്. തീർച്ചയായും. നമ്മുടെ ശരീരവും മനസ്സും ആ എഞ്ചിൻ പോലെ തന്നെയാണ്. സ്ട്രെസ്സാണ് ആ ഘർഷണം. ആ ഘർഷണം ഇല്ലാതാക്കാനുള്ള വഴികളാണ് സന്യാസിമാർ പറഞ്ഞ ആ കെട്ടുകഥയിലുള്ളത്. ആ കഥയിലെ ആദ്യത്തെ ചിഹ്നം തന്നെ വളരെ മനോഹരമായ ശാന്തമായ ഒരു പൂന്തോട്ടമാണ്. ഓഹോ, ഒരു പൂന്തോട്ടം. അതെ. ആ പൂന്തോട്ടം നിങ്ങളുടെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു നല്ല തോട്ടക്കാരൻ തന്റെ പൂന്തോട്ടത്തെ എങ്ങനെ പരിപാലിക്കുന്നുവോ അതുപോലെ വേണം നമ്മൾ മനസ്സിനെയും കൈകാര്യം ചെയ്യാൻ. അവിടെ കളകൾ വളരാൻ അനുവദിക്കരുത്. അത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്, നമ്മുടെ മനസ്സിലൂടെ ഒരു ദിവസം ശരാശരി 60,000 ചിന്തകളാണ് കടന്നുപോകുന്നത് എന്നാണ് ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 60,000 ചിന്തകളോ? അതെ, ശരിക്കും വിശ്വസിക്കാൻ പ്രയാസാണ്.
ഇതിൽ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യമായി പുസ്തകം പറയുന്നത് ഇതിൽ 95% നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ചിന്തിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് എന്നാണ്. എന്തുകൊണ്ടാണിത്? ഭയങ്ങളും ആശങ്കകളുമാണ് ഈ പൂന്തോട്ടത്തിൽ വളരുന്ന കളകൾ എന്ന് പുസ്തകം പറയുന്നു. നമ്മുടെ തലച്ചോറ് എന്തിനാണിങ്ങനെ പഴയ നെഗറ്റീവ് കാര്യങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത്? ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ മനുഷ്യന്റെ തലച്ചോറ് പരിണമിച്ചു വന്നിരിക്കുന്നത് നമ്മെ സന്തോഷിപ്പിക്കാനല്ല, മറിച്ച് നമ്മെ ജീവനോടെ നിലനിർത്താനാണ്. അതൊരു സർവൈവൽ മെക്കാനിസമാണ്. ആ, അങ്ങനെയാണല്ലേ? അതെ, അതുകൊണ്ടാണ് വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും പഴയ പരാജയങ്ങളെക്കുറിച്ചും അത് നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് കാട്ടിലെ മൃഗങ്ങളെ പേടിക്കേണ്ടതില്ലല്ലോ. പകരം ആ ഭയം ഓഫീസ് മീറ്റിംഗുകളോടും സാമ്പത്തിക ബാധ്യതകളോടുമായി മാറിയെന്ന് മാത്രം. ലോകത്ത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം അഥവാ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയാനൊന്നുമില്ല. എന്നുവെച്ചാൽ എല്ലാം നാം എങ്ങനെ കാണുന്നു, ആ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. പുസ്തകത്തില് മാലിക ചന്ദ് എന്നൊരു അധ്യാപികയുടെ കഥ പറയുന്നുണ്ട്. അവർക്ക് സ്വന്തം സ്കൂളിനോടും കുട്ടികളോടും വലിയ സ്നേഹമായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ സ്കൂള് തീപിടിച്ച് നശിച്ചു. അയ്യോ! അവർക്ക് ചുറ്റുമുള്ളവരൊക്കെ അതൊരു വൻ ദുരന്തമായി കണ്ടു വിലപിച്ചു. എന്നാൽ അവർ അതിനെ ഒരു ദുരന്തമായി കാണുന്നതിന് പകരം അതിലും മികച്ചൊരു പുതിയ സ്കൂള് പണിയാനുള്ള അവസരമായാണ് കണ്ടത്. ആ പഴയ സ്കൂളിന് ചോർച്ചയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പുതിയൊരെണ്ണം പണിയാൻ ആ തീപിടുത്തം ഒരു നിമിത്തമായി അവർ കരുതി. ഒരു നിമിഷം, എനിക്കിതൊന്ന് വ്യക്തമാക്കണം. അതായത് യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് എല്ലാം ശുഭമാണെന്ന് വെറുതെ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? ഇപ്പോൾ ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നല്ലതിനാണെന്ന് പറഞ്ഞ് സ്വയം വിഡ്ഢിയാക്കാൻ കഴിയുമോ? വെറുമൊരു പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് മാത്രം എരിഞ്ഞു തീർന്നൊരു സ്കൂള് തിരികെ കിട്ടില്ലല്ലോ. ഛേദിക്കുക എന്നല്ലേ ഇതിനർത്ഥം? ജോലി നഷ്ടപ്പെട്ടത് ഒരു യാഥാർത്ഥ്യമാണ്, അത് അംഗീകരിക്കുക. പക്ഷെ ആ യാഥാർത്ഥ്യത്തെ ചൊല്ലി നിരന്തരം വിഷമിച്ച് എന്റെ ജീവിതം തകർന്നു എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ വളരാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് കാതലായ കാര്യം. ശരിയാണ്. വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, പകരം ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കണം. നമ്മൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വളരും. ഇതിനായി സന്യാസിമാർ പ്രധാനമായും 3 തന്ത്രങ്ങളാണ് പരിശീലിക്കുന്നത്. ഒന്നാമത്തേത് റോസാപ്പൂവിന്റെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് ദി റോസ്. അതെന്താണ് സംഭവം? ദിവസവും ഒരു നിശ്ചിത സമയം മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഒരു റോസാപ്പൂവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുക. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരു കാര്യത്തിൽ 5 മിനിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ശ്രദ്ധയെ പരിശീലിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. രണ്ടാമത്തേത് വിപരീത ചിന്ത അല്ലെങ്കിൽ ഓപ്പോസിഷൻ തിങ്കിങ് ആണല്ലേ? ഒരു മോശം ചിന്ത മനസ്സിൽ വരുമ്പോൾ ഉടനടി അതിനെ മാറ്റി പകരം അവിടെ ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ടുവരിക. കൃത്യമായി പറഞ്ഞു. പുസ്തകത്തിൽ ജൂലിയൻ ഇതിനായി ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനാമണികളുടെ കാര്യം പറയുന്നുണ്ട്. ഓരോ തവണ നെഗറ്റീവ് ചിന്ത വരുമ്പോഴും അദ്ദേഹം ആ മാലയിൽ നിന്ന് ഓരോ മണിയെടുത്ത് മാറ്റും. നമ്മൾ ആഗ്രഹിക്കാത്തൊരു ചിന്ത മനസ്സിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് വിപരീതമായ സന്തോഷം നൽകുന്നൊരു ചിന്തയിലേക്ക് മനസ്സിനെ മാറ്റുക. ഉദാഹരണത്തിന്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന ചിന്ത വരുമ്പോൾ പഴയ ഏതെങ്കിലും ഒരു വിജയത്തെക്കുറിച്ച് ചിന്തിക്കുക. അതെ, അത് കേവലം ഒരു തന്ത്രം മാത്രമല്ല, അതിന് പിന്നില് വലിയൊരു ന്യൂറോ സയൻസ് കൂടിയുണ്ട്. നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ തലച്ചോറിലെ ന്യൂറൽ പാതകൾ കൂടുതൽ ശക്തമാകും. നെഗറ്റീവ് ചിന്തകളെ ബോധപൂർവം തടയുന്നതിലൂടെ ആ പാതകളെ ദുർബലപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും അത്ഭുതം തന്നെ. അതെ. ഇനി മൂന്നാമത്തെ തന്ത്രം തടാകത്തിലെ രഹസ്യം അഥവാ സീക്രട്ട് ഓഫ് ദി ലേക്ക് എന്നതാണ്. അതിരാവിലെ ശാന്തമായ ഒരു തടാകത്തിൽ നോക്കി നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായി മനസ്സിൽ സങ്കൽപ്പിക്കുക. വിഷ്വലൈസേഷൻ എന്ന ഈ പ്രക്രിയ നമ്മുടെ ഉപബോധ മനസ്സിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. തലച്ചോറിന് ഒരു കാര്യത്തെക്കുറിച്ചുള്ള സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് ലക്ഷ്യങ്ങൾ നേടിയതായി സങ്കൽപ്പിക്കുന്നത് ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിപ്പിക്കും. അതായത് നമ്മുടെ മനസ്സാകുന്ന പൂന്തോട്ടത്തിലെ കളകളെല്ലാം നമ്മൾ പറിച്ചുമാറ്റിയെന്ന് കരുതുക. അവിടെ ഇപ്പോൾ വലിയ സമാധാനമുണ്ട്. പക്ഷെ വെറുതെ സമാധാനമായി ഇരുന്നാൽ മാത്രം മതിയോ?
ഈ ശാന്തതയെ എങ്ങോട്ടെങ്കിലും തിരിച്ചുവിടേണ്ടേ? ഒരു ദിശയില്ലാതെ ഈ ഊർജം വെറുതെ കളയാൻ പാടില്ലല്ലോ. തീർച്ചയായും പാടില്ല. അവിടെയാണ് ആ കെട്ടുകഥയിലെ അടുത്ത പ്രധാനപ്പെട്ട ചിഹ്നം വരുന്നത്. ആ മനോഹരമായ പൂന്തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന 6 നിലയുള്ള ചുവന്ന വിളക്കുമാടം. മനസ്സിന് കൃത്യമായൊരു ദിശാബോധം നൽകുക എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ധർമ്മമാണ് ആ വിളക്കുമാടം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയില്ലെങ്കിൽ നാം ഒരിക്കലും എവിടെയും എത്തിച്ചേരില്ല. 100% ശരിയാണ്. ദ പേർപ്പസ് ഓഫ് ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് പേർപ്പസ് എന്ന പറയുക. ലക്ഷ്യമില്ലാത്ത ജീവിതം ചുക്കാനില്ലാത്ത കപ്പൽ പോലെയാണ്. യോഗി രാമൻ ജൂലിയന് അത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു വിദ്യ പ്രയോഗിച്ചു. അദ്ദേഹം കണ്ണ് കെട്ടിക്കൊണ്ട് വളരെ ദൂരെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യാൻ ശ്രമിച്ചു. അത് കൊള്ളില്ലല്ലോ. അതെ, സ്വാഭാവികമായും അത് ലക്ഷ്യത്തിൽ കൊണ്ടില്ല. കാണാൻ കഴിയാത്ത ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ലോകത്തെ ഏറ്റവും മികച്ച വില്ലാളിക്ക് പോലും ഒരിക്കലും അമ്പെയ്യാൻ കഴിയില്ല എന്ന വലിയ പാഠമാണ് അദ്ദേഹം അതിലൂടെ കാണിച്ചു കൊടുത്തത്. നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കണം. ഇത് കേൾക്കുമ്പോൾ സൂര്യപ്രകാശവും ഒരു ഭൂതകണ്ണാടിയും വെച്ചുള്ള ഉദാഹരണം പോലെയാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ പരന്നു കിടക്കുന്ന സൂര്യപ്രകാശം തറയെ ചൂടാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് വലിയ ശക്തിയൊന്നുമില്ല. എന്നാൽ ഒരു ഭൂതകണ്ണാടി ഉപയോഗിച്ച് ആ പ്രകാശത്തെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് കൃത്യമായി കേന്ദ്രീകരിച്ചാൽ അവിടെ തീ പിടിക്കും. അതെ, അതൊരു നല്ല ഉദാഹരണമാണ്. ലക്ഷ്യബോധം നമ്മുടെ ഊർജത്തെ ആ രീതിയിലാണ് കേന്ദ്രീകരിക്കുന്നത്. ലക്ഷ്യമില്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുമ്പോൾ നമ്മുടെ ഊർജം പല വഴിക്ക് ചിതറിപ്പോകുന്നു. എന്നാൽ കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ ഈ ഊർജം മുഴുവൻ ഒരിടത്തേക്ക് കേന്ദ്രീകരിച്ച് വലിയ നേട്ടങ്ങളുണ്ടാക്കാം. അതെ, ഈ ലക്ഷ്യത്തിലെത്താൻ സന്യാസിമാർ പ്രധാനമായും 5 പടികളാണ് നിർദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. രണ്ടാമതായി, സ്വയം ഒരു പോസിറ്റീവ് സമ്മർദ്ദമുണ്ടാക്കുക. അതായത്, നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ പറയുക. ഓഹോ, അതെന്തിനാ? അപ്പോൾ അത് നേടിയെടുക്കാൻ നിങ്ങൾക്കൊരു ബാധ്യത തോന്നും. മടി തോന്നുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ചിന്ത നിങ്ങളെ മുന്നോട്ട് നയിക്കും. മൂന്നാമത്തേത്, ഒരു സമയപരിധി അഥവാ ടൈം ലൈൻ നിശ്ചയിക്കുക എന്നതാണ്. ഒപ്പം ലക്ഷ്യങ്ങൾ എഴുതിവെക്കാൻ ഒരു സ്വപ്നങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ ഡ്രീം ബുക്ക് ഉണ്ടാക്കുക. എഴുതിവെക്കാത്ത ലക്ഷ്യങ്ങൾ വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. ഇതിലെ 4ാമത്തെ പടി എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒന്നാണ് കേട്ടോ. ദ മാജിക് റൂൾ ഓഫ് 21. ഏതൊരു പുതിയ ശീലവും 21 ദിവസം തുടർച്ചയായി ബുദ്ധിമുട്ടി ചെയ്താലും പിന്നീടത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും എന്ന് പറയുന്നു. ഒരു പുതിയ ശീലം രൂപപ്പെടാൻ വെറും 21 ദിവസം മതിയോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും നല്ല ശീലങ്ങൾ ഉണ്ടാക്കില്ലേ? ഇതിന് പിന്നിലും ഒരു ശാസ്ത്രമുണ്ട്. പഴയ ശീലങ്ങൾ മാറ്റുക എന്നത് തലച്ചോറിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ 21 ദിവസം തുടർച്ചയായി ഒരു കാര്യം ചെയ്യുമ്പോൾ തലച്ചോറിൽ ആ പ്രവൃത്തിക്കായുള്ള പുതിയ ന്യൂറൽ സർക്യൂട്ടുകൾ ശക്തമാകാൻ തുടങ്ങും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മൾ പഴയ ശീലങ്ങളോട് പൊരുതുകയാണ്. ശരിയാണ്. എന്നാൽ 21 ദിവസം കഴിയുമ്പോൾ ഈ പുതിയ ശീലം ഒരു സ്വാഭാവിക പ്രക്രിയയായി മാറും. ഇനി 5ാമത്തെ പടിയായി ഈ യാത്രയുടെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ മറക്കരുത് എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലക്ഷ്യത്തിലെത്താനുള്ള നെട്ടോട്ടത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ ഭംഗി നാം നഷ്ടപ്പെടുത്തരുത്. ശരി, അപ്പോൾ പൂന്തോട്ടമായി, വിളക്കുമാടമായി. ഇനി നമുക്ക് ആ കെട്ടുകഥയുടെ ഏറ്റവും വിചിത്രമായ ഭാഗത്തേക്ക് വരാം. ആ വിളക്കുമാടത്തിന്റെ വാതിൽ തുറന്ന് വളരെ വിചിത്രനായ ഒരാൾ പുറത്തേക്ക് വരുന്നു. 9 അടി ഉയരവും 900 പൗണ്ട് ഭാരവുമുള്ള ഒരു ജാപ്പനീസ് സുമോ ഗുസ്തിക്കാരൻ. അതെ അതെ, കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും അതിൽ വലിയൊരർത്ഥമുണ്ട്. ഈ ഭീമാകാരനായ ഗുസ്തിക്കാരൻ കെയ്സൻ എന്ന ജാപ്പനീസ് തത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. നിരന്തരമായ സ്വയം നവീകരണം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആൻഡ് നെവർ എൻഡിംഗ് ഇംപ്രൂവ്മെന്റ് എന്നാണ് ഇതിനർത്ഥം. നമ്മളെ തന്നെ എന്നും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതെ, നമ്മുടെ പരിമിതികൾ പലപ്പോഴും നാം തന്നെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നതാണ്. ഇതൊരു മികച്ച ഉദാഹരണത്തിലൂടെ യോഗി രാമൻ ജൂലിയനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ജൂലിയനെ കൊണ്ട് പുഷപ്പുകൾ എടുപ്പിച്ചു. 23 എടുത്തപ്പോഴേക്കും ജൂലിയൻ തളർന്നു. ഇനി ഒരെണ്ണം പോലും എടുക്കാൻ കഴിയില്ല, തന്റെ ശരീരം അനുവദിക്കുന്നില്ല എന്ന് ജൂലിയൻ തീർത്തു പറഞ്ഞു. അപ്പോൾ യോഗി രാമൻ കുറച്ചുകൂടി നിർബന്ധിച്ച് വീണ്ടും ഒരു 10 കൂടി എടുപ്പിച്ചു. നമ്മുടെ കഴിവ് അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്നിടത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തി തുടങ്ങുന്നതേ എന്ന് കാണിക്കാനായിരുന്നു അത്.
നമ്മൾ ഭയക്കുന്ന കാര്യങ്ങളെ നേരിടുക എന്നത് തന്നെയാണ് സ്വയം നവീകരിക്കാനുള്ള ഏറ്റവും നല്ല വഴി. അതായത് നമ്മൾ നമ്മുടെ പരിധികൾ എന്ന് കരുതുന്നത് വെറും തോന്നലുകൾ മാത്രമാണ്. എനിക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ ഭയമാണെങ്കിൽ ഞാൻ കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കണം, അല്ലേ? ഭയത്തെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് തന്നെയാണ്. കൃത്യമായി പറഞ്ഞു. പക്ഷേ ഈ നിരന്തരമായ നവീകരണം പ്രായോഗികമായി എങ്ങനെ ചെയ്യും? പുസ്തകത്തിൽ ഒരു 10 ആചാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദ 10 റിച്വൽസ് ഓഫ് റേഡിയന്റ് ലിവിംഗ്. അതെല്ലാം കൂടി ഒറ്റയടിക്ക് ഒരു ലിസ്റ്റ് പോലെ കേട്ടാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ, എന്നാൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചില ആചാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം. തീർച്ചയായും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏകാന്തതയുടെ ആചാരം. ദിവസവും കുറച്ചുനേരം പൂർണ്ണ നിശബ്ദതയിലിരിക്കുക എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇത് എത്രമാത്രം പ്രസക്തമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അതെ, നമ്മൾ എപ്പോഴും ഫോണിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ. ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കേണ്ടി വന്നാലുടൻ നമ്മൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കും. ഈ നിരന്തരമായ കോലാഹലങ്ങളിൽ നിന്ന് മാറി സ്വയം സംസാരിക്കാൻ നാം സമയം കണ്ടെത്തുന്നില്ല. ശരിയാണ്. ദിവസവും ഒരു 15-20 മിനിറ്റ് സ്ക്രീനുകളൊന്നുമില്ലാതെ നിശബ്ദമായി ഇരിക്കുന്നത് നമ്മുടെ തലച്ചോറിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വിശ്രമമാണ്. എനിക്ക് തോന്നുന്നു മറ്റൊന്ന് ജീവനുള്ള ഭക്ഷണത്തിന്റെ ആചാരമാണ്. ജീവനുള്ള ഭക്ഷണം എന്നുവെച്ചാൽ എന്താണ്? പച്ചക്കറികളും പഴങ്ങളും മടങ്ങിയ സസ്യാഹാരം ശീലമാക്കുക എന്നതാണ് അതുകൊണ്ടുദ്ദേശിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന സംസ്കരിക്കാത്ത ഭക്ഷണങ്ങൾ. നമ്മൾ ഇന്ന് കഴിക്കുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിലും ഫാസ്റ്റ് ഫുഡിലും യാതൊരു ജീവനുമില്ല. അത്തരം നിർജീവമായ ഭക്ഷണങ്ങൾ നമ്മുടെ ഊർജം കെടുത്തുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ എന്ത് ഇന്ധനമാണ് നൽകുന്നത് എന്നത് നമ്മുടെ മാനസികാവസ്ഥയെയും നേരിട്ട് ബാധിക്കും. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള എന്നാൽ ഏറ്റവും ഫലം തരുന്ന ഒന്നാണ് അതിരാവിലെ ഉണരുന്ന ശീലം. സൂര്യോദയത്തിനു മുമ്പ് എഴുന്നേൽക്കുന്നത് വലിയ ഊർജം നൽകും. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അലാറം അടിച്ച് നിർബന്ധിച്ച് എഴുന്നേൽക്കുക എന്നല്ല. പിന്നെയോ? ശരിയായ രീതിയിൽ ഉറങ്ങി ഉന്മേഷത്തോടെ എഴുന്നേൽക്കുക. ആ രാവിലെയുള്ള സമയം നിങ്ങൾക്ക് വ്യായാമം ചെയ്യാനോ വായിക്കാനോ അല്ലെങ്കിൽ ധ്യാനിക്കാനോ ഉപയോഗിക്കാം. ആർക്കും നിങ്ങളെ ശല്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് ആ സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു നല്ല ശീലമാണ്. കൂടാതെ സ്വയം വിലയിരുത്തൽ എന്നൊരാചാരം കൂടിയുണ്ട്. ദിവസാവസാനം നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക. എവിടെയാണ് തെറ്റിയത്, നാളെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഈ കാര്യങ്ങൾ ദിവസവും 1 മണിക്കൂർ മാറ്റിവെച്ച് ചെയ്താലുള്ള മാറ്റം വളരെ വലുതായിരിക്കും. ശരിയാണ്. ഈ ആചാരങ്ങൾ വെറുതെ കേട്ടു മറക്കാനുള്ളതല്ല, ഓരോ ദിവസവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവയാണ്. അപ്പോ ഇന്ന് നാം നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ പഴയ ജൂലിയനിൽ നിന്നും എത്ര ദൂരത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. അതെ, വലിയൊരു ദൂരം തന്നെ. നമ്മുടെ മനസ്സാകുന്ന പൂന്തോട്ടത്തെക്കുറിച്ചും അവിടെ വളരാൻ അനുവദിക്കരുതാത്ത നെഗറ്റീവ് ചിന്തകളാകുന്ന കളകളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഒപ്പം നമ്മുടെ ഊർജത്തെ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ലക്ഷ്യം കാണിച്ചു തരുന്ന വിളക്കുമാടത്തെക്കുറിച്ചും നിരന്തരം സ്വയം നവീകരിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ഭീമാകാരനായ സുമോ ഗുസ്തിക്കാരനെക്കുറിച്ചും നാം മനസ്സിലാക്കി. അപ്പോൾ ഇതിനർത്ഥമെന്താണ്? എന്താണ്? ബാഹ്യലോകത്ത് നിങ്ങളുടെ സമ്പത്തിലോ കരിയറിലോ എന്തു മാറ്റം വരുത്തണമെങ്കിലും ആദ്യം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങണം. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക, ലക്ഷ്യബോധമുണ്ടാക്കുക, നിങ്ങളുടെ ഭയങ്ങളെ നേരിട്ട് സ്വയം മെച്ചപ്പെടുക. കൃത്യമായി പറഞ്ഞാൽ മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. എന്നാൽ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. സന്യാസി പറഞ്ഞ ആ കെട്ടുകഥ അവിടെ തീരുന്നില്ല. ഇനിയും ചിഹ്നങ്ങളുണ്ട്. നമ്മൾ കണ്ട ആ സുമോ ഗുസ്തിക്കാരൻ നഗ്നനായിരുന്നു, എന്നാൽ അയാൾ പിങ്ക് നിറത്തിലുള്ള ഒരു വയർ കേബിൾ മാത്രം ധരിച്ചിരുന്നു. പിന്നീട് അയാൾ നിലത്തു കിടക്കുന്ന ഒരു സ്വർണ്ണ വാച്ച് കണ്ടെത്തുന്നുണ്ട്. അത് കയ്യിലെടുത്തതും അയാൾ ബോധം കെട്ട് വീഴുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ മഞ്ഞ റോസാപ്പൂക്കളുടെ അതിമനോഹരമായ ഗന്ധം വരുന്നു. അതോടെ അയാൾക്ക് ബോധം തെളിയുന്നു. ഒടുവിൽ വജ്രങ്ങൾ പാകിയ അതിമനോഹരമായ ഒരു പാത അയാൾ കണ്ടെത്തുകയും അതിലൂടെ നടന്നു നീങ്ങുകയും ചെയ്യുന്നു. ഈ ബാക്കി ചിഹ്നങ്ങളുടെ അർത്ഥം എന്തായിരിക്കും? ആ പിങ്ക് കേബിളും നിലത്ത് കിടന്ന സ്വർണ്ണവാച്ചും മഞ്ഞ റോസാപ്പൂക്കളും വജ്രം പാകിയ വഴിയും നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ തത്വങ്ങളെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്?
ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട കോടതിമുറിയിൽ കുഴഞ്ഞു വീണ ആ ജൂലിയൻ മാൻഡലിന്റെ നിസ്സഹായാവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, ശാന്തവും തിളക്കമുള്ളതുമായൊരു ജീവിതത്തിലേക്കുള്ള വഴിയാണ് ഈ ബാക്കി ചിഹ്നങ്ങളും പറയുന്നത്. തീർച്ചയായും. അത് നിങ്ങളുടെ സമയത്തെക്കുറിച്ചാകാം, ബന്ധങ്ങളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ജീവിക്കുന്ന ഈ നിമിഷത്തെക്കുറിച്ചാകാം. ആ ചിഹ്നങ്ങളുടെ പൊരുൾ എന്താണെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. തീർച്ചയായും ആ അന്വേഷണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ പുതിയൊരു വിഷയവുമായി ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ നന്ദി.